മഹാന്മാരായ പണ്ഡിത ലോകം നമുക്ക് പറഞ്ഞു തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് ഏകദേശം ദുൽഹിജ്ജ മാസം ഒന്നാകുന്നത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയാണ്. ഒരുപക്ഷെ ഈ മാസം 29 ശേഷം 30 പൂർത്തിയാക്കാതെയാണ് മാസം കാണുന്നതെങ്കിൽ തിങ്കളാഴ്ച മാസം ഒന്നായിരിക്കും. ഇനി അങ്ങനെയെങ്കിൽ 30 പൂർത്തിയാവുകയാണെങ്കിൽ ചൊവ്വാഴ്ച ഉറപ്പായിട്ട് നമുക്ക് ദുൽഹിജ്ജ ഒന്നാം. അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പായി നമുക്ക് ഈ ദുൽഹിജ്ജ മാസത്തിലൂടെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് പ്രധാനമായി ഈ ദുൽഹിജ്ജ മാസത്തിലൂടെ ഒന്നാം ദിവസം മുതൽ നമ്മൾ ചെയ്യേണ്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസുകളിൽ വളരെ വ്യക്തമായി കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്ന വിശാലമായ ഹദീസുകൾ കാണുന്നു. മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഒരു വിശദമായ ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, قال ما من أيام أحب إلى الله تعالى أن يتعبد له فيهن من أيام عشر ذي الحجة فإن صيام يوم فيها يعدل صيام سنة وقيام ليلة فيهن وقيام سنة. حبيب رسول الله صلى الله عليه وسلم പറയുന്നു, അല്ലാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യുന്ന മാസങ്ങളിൽ ദിവസങ്ങളിൽ വെച്ച് അല്ലാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. ആ ദിവസങ്ങളിലുള്ള ഓരോ ദിവസങ്ങൾക്ക് ഒരു നോമ്പിനിക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഫർ ചെയ്തത് അതിനൊക്കെ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഒരു കൊല്ലം നോമ്പ് നോറ്റതിനുള്ള പ്രതിഫലമാണ്. അങ്ങനെ മഹാന്മാർ പറയുന്നു, മഹാന്മാരായ പണ്ഡിത ലോകം വളരെ ഐക്യകണ്ഠമായി പറയുന്നു, മുഅ്മിനീങ്ങളായ ആളുകൾ മുൻകാല സ്വാലിഹീങ്ങളൊക്കെ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ 9 വരെ നോമ്പ് നോറ്റവരാണ്. അങ്ങനെ ഒരു നോമ്പിനിക്ക് ഒരു കൊല്ലത്തിന്റെ നോമ്പിന്റെ പ്രതിഫലം കിട്ടുന്നു എങ്കിൽ ഇനി നമുക്കൊരു അറഫാ ദിവസത്തിന്റെ ഒരു നോമ്പ് മാത്രം നോക്കി അവസാനിപ്പിക്കുന്നതിന് പുറമെ 9 ദിവസത്തിന്റെ നോമ്പ് എന്നെ പോലെയുള്ള നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് നോക്കാൻ ഒരു പക്ഷെ പ്രയാസമായിരിക്കാം. എന്നാലും നമുക്ക് ഒരു 1, 2, 3 നോമ്പ് ഇനി ദുൽഹിജ്ജയുടെ 8ാമത്തെയും 9ാമത്തെ ദിവസവും അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ വരുന്ന തിങ്കളാഴ്ച ദിവസങ്ങൾ, അതിന്റെ ഇടയിൽ വരുന്ന വ്യാഴാഴ്ച ദിവസങ്ങളിൽ എങ്കിലും ഒരു നോമ്പ് നോക്കിയാൽ അല്ലാഹുവിനിക്ക് വേണ്ടി ഒരു കൊല്ലം നോമ്പ് നോക്കുന്നതിനുള്ള പ്രതിഫലമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എന്തിനാണ്? നമ്മൾ നാളെ മഹ്ശറാ ലോകത്ത് നമ്മൾ രക്ഷപ്പെട്ട് കാണണം, നമുക്ക് പ്രതിഫലം കൂടുതൽ കിട്ടണം. ഓഫറുകളെ കൊണ്ട് നമുക്ക് നിറച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ തരുന്നത് അങ്ങനെയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അങ്ങനെ ഒരു ദിവസം അങ്ങനെ ആ ദുൽഹിജ്ജ 1ന്റെ ഇടയിലുള്ള 10ന്റെ ഇടയിലുള്ള ഒരു ദിവസത്തെ ഒരു രാത്രി അല്ലാഹുവിനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്താൽ ഒരു കൊല്ലം മുഴുവനും ഇബാദത്ത് ചെയ്തതിന്റെ പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിക്കുന്നു റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ദിവസങ്ങൾ ഈ ദുൽഹിജ്ജ 1, അതായത് തിങ്കളാഴ്ചന്റെ നമുക്ക് മാസം കാണുകയാണെങ്കിൽ ഞായറാഴ്ചന്റെ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി മഗ്‌രിബോട് കൂടെ ദുൽഹിജ്ജ മാസമാകുമ്പോൾ ആ മാസം നമ്മളിലേക്ക് സമാഗതമായാൽ നമ്മുടെ ഓരോ ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന സമയങ്ങളാണ്. എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ, ആദത്തുകളുണ്ടോ, അത് മുഴുവനും അല്ലാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന സമയങ്ങളാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെ. ആ 10 വരെയുള്ള ദിവസങ്ങൾ നമ്മൾ ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ആയിരക്കണക്കായ ആളുകൾ, ലക്ഷക്കണക്കായ ആളുകൾ ഈ എല്ലാം വിട്ടേച്ചുകൊണ്ട് തന്റെ സമ്പത്തും തന്റെ ഭാര്യയും മക്കളെയും കുടുംബത്തെയും വീടും പറമ്പും എല്ലാം വിട്ടേച്ചുകൊണ്ട് എല്ലാം റബ്ബിലേക്ക് തവക്കുൽ ചെയ്തുകൊണ്ട് വിശുദ്ധമായ കഅബ ശരീഫിലേക്ക് 4000ഓളം വരുന്ന കിലോമീറ്റർ താണ്ടിക്കൊണ്ട് അവർ പോകുന്നത് എന്തിനാണ്? എന്തെങ്കിലും സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല. അവിടെ നല്ല ഫുഡ് അടിച്ചുകൊണ്ട് നല്ല എൻജോയ്മെന്റ് ആക്കണമെന്നല്ല, നല്ല കച്ചവടം ചെയ്ത് ലാഭിക്കണമെന്ന ഉദ്ദേശത്തിലല്ല. എന്തിനാണ് 5, 6, 10 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് പോകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയതാണ്. ജീവിതത്തിൽ ഒരു തവണ ഹജ്ജ് അല്ലാഹു നിർബന്ധമാക്കിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് ഒരു നീണ്ട പ്രഭാഷണം നടത്തി, ഒരു ഖുത്ബ നിർവഹിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറഞ്ഞത്? യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ. ആ ഖുത്ബയുടെ ആ പ്രസംഗത്തിന്റെ ലക്ഷ്യം ആ കൂടിയിരിക്കുന്ന സ്വഹാബത്തിലേക്ക് മാത്രമല്ല, അത് ഖിയാമത്ത് നാളോളം വരുന്ന ജനസമൂഹങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് തരുന്ന ഉപദേശങ്ങളാണ്, അവിടുന്ന് താക്കീതുകളാണ്, ഓർമ്മപ്പെടുത്തലുകളാണ്. ആ റസൂലുള്ളാഹി തങ്ങൾ അവിടെ സ്വഹാബത്തിനോട് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ഫറദല്ലാഹു അലൈക്കുമുൽ ഹജ്ജ, അല്ലാഹു നിങ്ങൾക്ക് ഹജ്ജ് ഫർദാക്കിയിരിക്കുകയാണ്. ഫഹജ്ജു, നിങ്ങൾ ഹജ്ജ് ചെയ്യുക. ഫഖാല റജുലുൻ, ആ സമയത്താണ് ഒരു സ്വഹാബി, ഒരു മനുഷ്യൻ ചോദിക്കുന്നു, നബിയേ,
എല്ലാ കൊല്ലവും ചെയ്യണോ? ഹജ്ജ് ചെയ്യണമെന്ന് പറയുമ്പോൾ നിസ്കാരം എല്ലാ ദിവസവും നിർവഹിക്കണം, നോമ്പ് എല്ലാ കൊല്ലവും നിർവഹിക്കണം. ഒരു കൊല്ലം നിർവഹിച്ചാൽ പോരാ. അങ്ങനെ ഓരോ ഇബാദത്തുകളും മനുഷ്യനിക്ക് ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ളതല്ല, എപ്പോഴും അവർക്ക് ചെയ്യേണ്ടതാണ്. റമദാനുള്ള കാലത്തോളം നോമ്പ് നോക്കണം. മനുഷ്യനിക്ക് ആയുസ്സുള്ള സമയം വരെ അവൻ നിസ്കരിക്കണം. എന്നാൽ റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ നിന്നൊരു സ്വഹാബി ചോദിച്ചു, നബിയേ അകുല്ലു ആമിൻ യാ റസൂലല്ലാഹ്, എല്ലാ കൊല്ലം നിർവഹിക്കണോ? റസൂലുള്ളാഹി തങ്ങൾ ഫസഖത, എന്നിട്ട് അടങ്ങി, കൊണ്ടില്ല, ഉത്തരം കൊടുത്തില്ല. എന്നിട്ട് മനുഷ്യൻ 3 പ്രാവശ്യം ചോദിച്ചു, അകുല്ലു ആമിൻ യാ റസൂലല്ലാഹ്, എല്ലാ കൊല്ലം നിർവഹിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഫർദാക്കി പൈസ ഉള്ളവൻ തന്നെ കോടിക്കണക്കിന് പൈസയുണ്ട്, എല്ലാ കൊല്ലം ഹജ്ജിന് പോകാനുള്ള പൈസയുള്ള ആളുകളില്ലേ? ഇല്ലേ? എത്രയോ ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഓരോ കൊല്ലത്തിലൂടെ ഒരു കൊല്ലത്തിൽ കോടിക്കണക്കിന് രൂപ ലാഭം വരുന്ന ആളുകളില്ലേ? അതിൽ നിന്ന് 5 ലക്ഷം രൂപ ചെലവാക്കി ഹജ്ജിന് പോകാൻ സാധിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ എല്ലാ കൊല്ലം നിർവഹിക്കണമെന്ന് പറഞ്ഞില്ല. ഇനി പറഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ അതിന്റെ ശാസ്ത്രീയ വശം എടുത്തു നോക്കൂ, ശാസ്ത്രീയ വശം തന്നെ എടുത്തു നോക്കൂ. ഇന്ന് തന്നെ ഇന്ത്യ ഗവൺമെന്റ് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരാൾക്ക് രണ്ടാമത് ഹജ്ജിന് പോകണമെന്ന് തീരുമാനം വന്നു. എന്നിട്ട് 10 കൊല്ലത്തേക്കാക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോ ഇനി വീണ്ടും ഒരു വളരെ വിദൂരമല്ലാത്ത ഭാവിയിൽ ഇന്ത്യ ഗവൺമെന്റ് പുതിയ തീരുമാനമെടുക്കാൻ പോവുകയാണ്. ഒരു പ്രാവശ്യം പോയവർക്ക് രണ്ടാമത് ഹജ്ജിന് പോകാൻ ചാൻസ് ഇല്ല. എന്തേ കാരണം? ഹജ്ജിന് പോകുന്ന ജനസംഖ്യ കൂടി വരികയാണ്. പഴയ കാലം പോലെയല്ല. പഴയ കാലത്ത് ഹജ്ജിന് പോകുന്നവർക്ക് ഒരു രാജ്യത്ത് ഒരു നാട്ടിൽ കുറഞ്ഞ ആളുകളെ ഉള്ളൂ. ഇന്ന് സാമ്പത്തികമായി മനുഷ്യൻ വളർന്നിരിക്കുകയാണ്. പേരിന് ഹജ്ജിന് പോകുന്നവരുണ്ട്, മറ്റുള്ള സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് പോകുന്നവരുണ്ട്. ഏതായാലും ഹജ്ജിന്റെ കണക്ക് അവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ അവിടുത്തെ വരുന്ന അച്ചാജികൾക്ക് അവിടെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോ ഓരോ രാജ്യത്തേക്കും പ്രത്യേക നിയമമുണ്ടാക്കുന്ന ഈ രാജ്യത്തിന് ഇത്തരം ആളുകൾക്കാണ് ചാൻസ് ഉള്ളത്. അങ്ങനെ പുതിയ നിയമങ്ങൾ വരുന്നു. എന്നാൽ അങ്ങനെ എല്ലാ കൊല്ലം ഹജ്ജിന് പോകണമെന്ന് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ സൗദി ഗവൺമെന്റ് ആ അറബിനെ എങ്ങനെ കൺട്രോൾ ചെയ്യും? പക്ഷേ ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. 3 പ്രാവശ്യം ചോദിച്ചു, നബിയെ എല്ലാ കൊല്ലം പോകണോ? ആർക്കും മറുപടി പറഞ്ഞില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ ഖുൽതു നഅം, ഞാൻ അത് എല്ലാ കൊല്ലം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ലവജബത്, അത് നിങ്ങൾക്ക് നിർബന്ധമാകുമായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു എല്ലാ കൊല്ലം പോകണം പറഞ്ഞെങ്കിൽ അല്ലാഹു അങ്ങനെ തന്നെ നിർബന്ധാക്കി. ആവതുള്ള ആളുകൾക്ക് മനിസ്തതാഅ ഇലൈഹി സബീല, ഒരു വട്ടമേ നിർബന്ധമുള്ളൂ. 100 കൊല്ലം ഒരുത്തൻ ജീവിച്ചു, 120 കൊല്ലം ജീവിച്ചു എന്ന് വെച്ചോ, അവൻ പ്രായപൂർത്തിക്കെത്തിയിട്ട് അവനക്ക് 105 കൊല്ലം അവൻ നല്ല ആരോഗ്യത്തിൽ ജീവിച്ചു. അവൻ ആരും ഒരിക്കലേ നിർബന്ധമുള്ളൂ, മറ്റൊരു പ്രാവശ്യം നിർബന്ധമുള്ളൂ. രണ്ടാമത് പോകുന്ന ഹജ്ജ് സുന്നത്തായ ഹജ്ജാണ്, ഫർളായ ഹജ്ജ് ഒന്നേ ഉള്ളൂ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നെങ്കിൽ ലവജബത്, നിങ്ങൾക്ക് നിർബന്ധമാക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല വലമസ്തതഅതും, അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധമാക്കിയാലോ പോകാൻ കഴിയില്ല, ആർക്കും പോകാൻ കഴിയില്ല. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു പ്രാവശ്യം പോകേണ്ട ഹജ്ജ് ജീവിതത്തിൽ ചെയ്യാത്തവർ, സാമ്പത്തികമായി കഴിവുള്ളവർ, സാമ്പത്തികമായി ആരോഗ്യപരമായി കഴിവുള്ളവർ, വെടിയാലും തടിയാലും മുതലാലും വെടിയാലും. പഴയകാലത്ത് ഉസ്താദമാർക്ക് അർത്ഥം വെച്ചത് അങ്ങനെയാണ്, മനിസ്തതാഅ ഇലൈഹി സബീല, തടിയാലും മുതലാലും വെടിയാലും സൗകര്യമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ തടിക്ക് ആരോഗ്യം വേണം, സാമ്പത്തിക ശേഷി വേണം. കടം വാങ്ങിയിട്ട് ഹജ്ജില്ല, മറ്റുള്ളവരോട് വേങ്ങിയിട്ട് ഹജ്ജില്ല, ബാങ്ക് ലോൺ എടുത്തിട്ട് ഹജ്ജില്ല. എങ്ങനെ ഹലാലായ നിനക്ക് അവനിക്കുള്ള സ്വത്ത് അവനിക്കുണ്ടോ? എങ്ങനെ ഒരുത്തര പൈസ ഇല്ലാതെ ഞാൻ കഴിഞ്ഞ പറഞ്ഞ പോലെ ആരെങ്കിലും കയ്യിൽ ഇപ്പോ 5 ലക്ഷം 10 ലക്ഷം ക്യാഷ് ഉണ്ടാവോ? അധികം കയ്യിൽ ഉണ്ടാവില്ലല്ലോ. ക്യാഷ് 10-20 ലക്ഷം ക്യാഷ് ഉള്ള ആളുകൾ എത്ര ഉണ്ടാവും? കുറച്ച് ആളുകൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ അവർക്ക് ഹജ്ജിന് പോകണ്ടേ? എന്ന് വെച്ചാൽ അവന്റെ വീട് വെച്ചിട്ട് പോകണ്ട, അവർക്ക് താമസിക്കാൻ ഒരു പുരയുണ്ട്, ഒരു 10 സെന്റ് ഭൂമിയും ഒരു പുരയുടെ അതിന് ഹജ്ജിന് പോകണ്ട. അതുപോലെ അവർക്ക് പോകാൻ ഒരു ചെറിയ കാറുണ്ട്, അതിന് വേണ്ടി പോകണ്ട. എങ്ങനെ പോകണം? കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വത്തുണ്ട്, അവന്റെ വീട് വെച്ചതല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എത്ര മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലും കുടുംബത്തിലും സമുദായത്തിലും എത്ര ആളുകളുണ്ട് ഹജ്ജിന് പോകാത്ത മനുഷ്യന്മാർ? അതഭാഗ്യവാന്മാരാണ്. നിങ്ങൾ ചോദിക്കും, അള്ളാന്റെ വിളി കേൾക്കണ്ടേ ഉസ്താദേ, ഇബ്രാഹിം നബിയുടെ വിളി കേൾക്കണ്ടേ? വിളി കേൾക്കണം, നമ്മൾ പരിശ്രമിക്കണം.
നമ്മൾ ഇരുന്നിട്ട് ഇബ്രാഹിം നബിന്റെ വിളി കേട്ടെങ്കിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പല രാത്രി ഇരുന്നിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക. ഇബ്രാഹിം നബിന്റെ വിളി കേൾക്കുന്നോ അത് കഥ കൊത്തി വിളിച്ച് ഇബ്രാഹിം നബി വിളിക്കുന്നു അച്ഛന് പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇബ്രാഹിം നബിന്റെ വിളി അങ്ങനെ കേൾക്കലല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിളി കേൾക്കുമ്പോൾ നമുക്ക് പോകണമെന്ന ആഗ്രഹം ഉണ്ടാകും. ആ ആഗ്രഹം നമുക്ക് എന്താക്കണം? ആഗ്രഹത്തിൽ നമ്മൾക്ക് ഒരുത്തർക്ക് എത്തി കിട്ടിയില്ല എന്നാൽ എന്ത് വേണം? അവൻ മരിച്ചാൽ സാമ്പത്തികമായി ശേഷി ഉണ്ടായിട്ട് ഒരു ഹജ്ജിന് പോകാതെ മരിച്ചാൽ അവന്റെ പൈസയിൽ നിന്ന് പശ്ചാത്താക്കണം, ഹജ്ജിന്റെ പൈസ മാറ്റി വെക്കണം എന്നാണ് ഫുഖഹാ പഠിപ്പിച്ചത്. ആരോഗ്യമുള്ള സമയത്ത് എന്റെ ശബ്ദം കേൾക്കുന്നവർ അല്ലെങ്കിൽ മറ്റിന്നീട് നിങ്ങൾ റെക്കോർഡ് മുഖേന കേൾക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവരോടൊക്കെ പറയുന്നു യുവത്വത്തിൽ തന്നെ പോകണം, ആരോഗ്യമുള്ള സമയത്ത് തന്നെ പോകണം. കാരണം പ്രായപൂർത്തിയെത്തിയാൽ ഹജ്ജ് നിർബന്ധമാണ്, പൈസയുണ്ടോ നിർബന്ധമാണ്. ജീവിതത്തിൽ പോകാൻ ആഗ്രഹിക്കാത്തവരുണ്ടാവുകയില്ല. പക്ഷെ ആഗ്രഹിക്കാത്ത ആളുകൾ അത് ഭാഗ്യമുള്ളവില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഹജ്ജിലേക്ക് നമ്മൾ പുറപ്പെടുന്ന ആളുകൾ ആയി മാറണം. അടുത്ത കൊല്ലത്തേക്ക് പോകാത്ത ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. അടുത്ത കൊല്ലത്തേക്ക് അതേ ആൾക്കാർ ഞാൻ എല്ലാ കൊല്ലം പറയാനുള്ളത് പോലെ കടമുണ്ട്, അതുപോലെ തന്നെ മോളെ കെട്ടിക്കാനുണ്ട്, ഇങ്ങനത്തെ പല കാര്യങ്ങളും വെച്ചിട്ടാണ് ഹജ്ജിന് പോകാതിരിക്കുക. എന്നിട്ട് മോളെ കെട്ടിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ? മോളെ കെട്ടിക്കാനുള്ള സാമ്പത്തികമായ എല്ലാ ശേഷിയുണ്ട്. ആകെ 15 വയസ്സായിട്ടുള്ളൂ. ഇവരിങ്ങനെ കാത്തുക്കാണ് മോളെ കെട്ടിച്ചിട്ടായിട്ട് പോവാ. പണ്ടാരോ പറഞ്ഞ് മോക്കൊരു കൈ നീട്ടണ്ടേ എന്നവർക്ക് അങ്ങനല്ല. നീ നിന്റെ കാര്യങ്ങൾ ഉദാഹരണത്തിന് കടമുണ്ട്, ഹജ്ജിന് പോകാൻ പറ്റൂലേ? പോകാൻ വകുപ്പുണ്ട്. എങ്ങനെ പോകാൻ വകുപ്പുണ്ട്? ഉപ്പാക്ക് പര കെട്ടിയിട്ട് ഒരു 10-25 ലക്ഷം രൂപ കടായി. ആ കടായിട്ട് ഓനെന്റെ ഒരു ഭാഗത്ത് കുറെ വരുമാന വഴികളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ സ്വത്ത് കുറച്ച് സ്ഥലം വിൽക്കാനും ഉണ്ട്. മോനോട് ചോദിക്കണം, മോനെ ഞാൻ ഹജ്ജിന് പോട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും അടുത്ത ആളുകളോട് ചോദിക്കണം, മോനെ ഞാൻ ഹജ്ജിന് പോട്ടെ, ഞാൻ വെച്ചാൽ എന്റെ കടം നീ വിടുവോ? ആ മകൻ ഏറ്റെടുത്തു, അയാൾക്ക് പോകാം. അവർക്ക് കടമുണ്ട്, ഏറ്റെടുക്കാൻ ആളുണ്ട്. അല്ലാതെ കടമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കാതെ കടമുണ്ട്. ഞാൻ കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, ഹജ്ജിന് പോകുന്ന മൗലൂദിന് കോഴി വാങ്ങിയിട്ട് ഇറച്ചി വാങ്ങിയിട്ട് അതിന്റെ പൈസ പോലും കൊടുക്കാതെ ഹജ്ജിന് പോയി. എന്താ കാര്യം? എന്ത് കാര്യം? അല്ലെങ്കിൽ നാട്ടുകാർക്ക് ചോറ് കൊടുക്കണോ നിർബന്ധം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ നിർബന്ധമുണ്ടോ? ഇങ്ങനത്തെ പല പേരിന് പോകുന്ന ആളുകളോട്, അത്തരം ആളുകളോടല്ല പറയുന്നത്. ജീവിതത്തിൽ അതുപോലെ തന്നെ പ്രായപൂർത്തി നമ്മുടെ കുറെ ആജിയാക്കന്മാരുണ്ട്. ഈ ആജിയാക്കന്മാരുടെ തന്റെ മക്കളോട് ഓനെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉപദേശം, ആടെ സ്ഥലം എടുക്കുക, കാർ എടുക്കാടെ പൊന്നി നിന്നിഷ്ടാക്ക്, ആടെ ജാക്കറ്റ് നിന്നിഷ്ടാക്കാടെ ആദ്യത പൈസന്റെ വരുമാനത്തിന്റെ പയ്യെല്ലാം പറഞ്ഞു കൊടുക്കും. നമ്മളെ മക്കൾക്ക് 18, 20 വയസ്സായി, 25 വയസ്സായി, 30 വയസ്സായി, നല്ല കച്ചവടം, മോനിക്ക് നല്ല തിളക്കമുള്ള കച്ചവടമുള്ള സമയം. മോനോട് പറഞ്ഞിട്ടുണ്ടോ, മോനെ ഹജ്ജിന് പോയിട്ട് വാ, പെട്ടെന്ന് നിന്റെ ആരോഗ്യമുള്ള സമയത്ത് ഹജ്ജെന്ന് നടക്കട്ടെ, ഫർള് തീരട്ടെ, നാളത്തെ അവസ്ഥ എങ്ങനെ പറയാൻ കഴിയില്ല. ഇങ്ങനെ നമ്മൾ പറയാം, ഇന്നില്ല ഇപ്പഴേ പോണ്ടേ, പിന്നെ പോയി മയ്യല്ലേ, നീ ഇപ്പൊ പോയെങ്കിൽ നിന്റെ ഭാര്യയുള്ള വെടുക്കാവില്ലേ, നിന്റെ ഭാര്യയുള്ള പോണില്ലേ, നിന്റെ പൈസ അല്ലാതെ കിട്ടിയെങ്കിൽ നിന്റെ കച്ചവടം നടക്കുക. ഇങ്ങനെ കേൾക്കുന്ന മനുഷ്യന്മാരാ നമ്മള്. എന്നിട്ട് അല്ലാഹു പറയുന്ന അഗ്രഹിക്കുന്ന ആളെ മക്കളെ നരകത്ത് തടയണം എന്ന് നരകത്ത് തടയെന്ന് പറഞ്ഞാൽ, മോനെ മരിക്കുമ്പോ മോനെ നീ നരകത്തേക്ക് പോയിരുന്നാ മാലിക്കുന്ന ഇസ്ലാമിന്റെ നരകത്തിലേക്ക് തള്ളി ആ പോണിലാണ് സ്വന്തം നീക്കണം. അങ്ങനെയാ അല്ല, നരകത്തിൽ നിന്ന് തടയണമെന്ന് പറഞ്ഞാൽ ഉപ്പാക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ ആഗ്രഹം അത് മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഉപ്പാക്ക് ഹജ്ജിന് പോകണം നല്ലോണം ആശയിട്ട് പോയി, എന്നാൽ ആ മക്കളെയും കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ശ്രമം നടത്തണം. ഭാര്യയെ കൊണ്ട് ചെയ്യിക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കണം. ഉപ്പ നിസ്കരിക്കാൻ വരുന്നത്, എന്നാൽ മോനെ നിസ്കരിക്കാൻ വരാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കണം. ഇതാണ് നരകത്തിൽ നിന്ന് തടയണമെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ദുൽഹിജ്ജ 1 മുതൽ, അതുമായി ബന്ധപ്പെട്ട് അടുത്ത വെള്ളിയാഴ്ച പറയാം. ദുൽഹിജ്ജ 1 മുതൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ഉദ്ഹിയ്യത്ത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഉദ്ഹിയ്യത്ത് കഴിയുന്ന ആളുകളൊക്കെ അറുക്കണം. നാളെ മഹ്ശറയിലോകത്ത് ഉദ്ഹിയ്യത്ത് അറുത്ത മൃഗം അവർക്ക് വാഹനമായിട്ട് കിട്ടുമെന്നാണ്. അതുകൊണ്ട് നല്ല മൃഗങ്ങളെ ഉദ്ഹിയ്യത്ത് അറുക്കണം. ഇക്കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ പശുവും അതുപോലെ തന്നെ പോത്തുകളൊക്കെ അറക്കാൻ പ്രയാസം. അതിന്റെ പിന്നാലെ കൂടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട. രാജ്യത്ത് സമാധാന അന്തരീക്ഷം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇസ്ലാം നമുക്ക് വളരെ വ്യക്തമായി ലഘുവായ വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആടർത്താൽ മതി. നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണയിലുള്ള 2 വയസ്സുള്ള ആട്, ആ നാടൻ അയ്യബുകളില്ലാത്ത ന്യൂനതകളില്ലാത്ത ആട് ഒരാൾക്ക് ഇറക്കാം. അതുപോലെ തന്നെ പോത്തും പശുവൊക്കെ അറുക്കുകയാണെങ്കിൽ 7 ആളുകൾക്ക് നമുക്ക് പാർട്ട്ണറായിട്ട് ഇറക്കാവുന്നതാണ്. 7 ആള് നിർബന്ധമില്ല, 1, 2, 3, 7 വരെ പോകാം. ഒരാൾ 8 ആള് കൂടിയിട്ട് ഒരു പോത്തർത്തെങ്കിൽ 8 ആള് ശരിയാക്കി ഒരുത്തനെ എങ്ങനെ കൊണ്ടുവരാം? ഇത്ര ആളുണ്ട്, 5 ആളുണ്ട്, ബാക്കി 3 ചങ്ങായിമാരെ കൊണ്ടുവരെ എങ്ങനെ ചെന്നിട്ട് എന്താ 8 ആളും കൂടെ അത് സാരമില്ല, രജിസ്റ്റർ ആക്കി പോകാം, രജിസ്റ്റർ ആക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അർത്ഥം എന്താവില്ല, 8 ആള് ഉദയത്ത് പോകും. അതുകൊണ്ട് 8 കൂടുതൽ ഒരാൾ ഷെയർ ആക്കാൻ പാടില്ല.
അപ്പൊ അത് അറുക്കണം. അറുക്കാൻ ഉദ്ദേശിച്ച ആളുകൾ ദുൽഹിജ്ജ 1 മുതൽ 10 ഇപ്പൊ അറുക്കുന്നത് വരെ 13 വരെ അറുക്കാലോ അല്ലെ. 13 അസർ വരെ തക്ബീർ തീരുന്നതിന്റെ സമയം വരെ, അറവിന്റെ സമയം, അതുവരെ അറുക്കുന്നത് വരെ താടി രോമങ്ങൾ അതുപോലെ തന്നെ നഖങ്ങൾ ഇതൊക്കെ എടുക്കൽ കറാഹത്താണ്. അതൊക്കെ നിർബന്ധമായിട്ട് എടുക്കണോ? ഹറാമൊന്നുമല്ല. ഉദ്ഹിയ്യത്ത് ശരിയാതിരിക്കൂല. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും, അലർജിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. താടി ചിലപ്പോ ഈ 24 മണിക്കൂർ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മീശ ഫുള്ള് വെട്ടുന്ന ആൾ, ഇതിങ്ങനെ വെച്ചാൽ ചിലപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അർത്താൽ ഉദ്ഹിയ്യത്തിന് ബാധിക്കൂല. പക്ഷെ എന്തിന് ഈ രോമങ്ങളെല്ലാം നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയാൻ വേണ്ടിയിട്ട് അത് നീക്കം ചെയ്യൽ കറാഹത്താണ്. ബാക്കിയുള്ള ആളുകൾക്കൊന്നും കറാഹത്തില്ല. ഉദ്ഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിക്കാത്ത ആളുകൾക്ക് കറാഹത്തില്ല. അതുപോലെ തന്നെ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ഈ സമയം ഉദ്ഹിയ്യത്ത് അറക്കുന്ന സമയം വരെ നമ്മുടെ വീട്ടിലുള്ള ആട്, പശു, റോഡിൽ പോകുന്ന പശുവിനെ കണ്ട്, ഒരു മൂരിനെ കണ്ട്, ഒരു പയ്യനെ കണ്ട്, ഒരു ആടിനെ കണ്ടാൽ അല്ലാഹു അക്ബർ ചൊല്ലൽ സുന്നത്താണ്. അപ്പൊ കയ്യൊന്നും താക്കിയിട്ട് അല്ലാഹു അക്ബർ കണ്ടാൽ മനുഷ്യന്മാർക്ക് സലാം തന്നിട്ട് മനുഷ്യന്മാർക്കേ സലാം ചൊല്ലുന്ന ആളില്ലേ, ആടും സലാം ചൊല്ലാക്കി എന്നിട്ട് ഞങ്ങളെ ട്രോളിയാക്കാൻ ആളിരിക്കും. അങ്ങനെ കയ്യൊന്നും ആക്കണ്ട. എന്തിന്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്മരണ ലോക ജനങ്ങളോട് പുതുക്കാൻ അല്ലാഹു കൽപ്പിച്ചതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കഴിയുന്ന ആളുകൾ നോമ്പ് നോക്കണം. അതുപോലെ തന്നെ വൽ ഫജ്രി വലയാലിൻ അശ്ർ സൂറത്ത് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഓതിയാൽ ഒരുപാട് ബർക്കത്താണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് തരുന്ന സൂറത്താണ്. അങ്ങനെ അത്തരം കാര്യങ്ങൾ അതുപോലെ തന്നെ കഴിയുമെങ്കിൽ ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓരോ ദിവസം 200 വട്ടം ഓതിയാൽ വലിയ പുണ്യമുള്ളതാണ്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. ഇനി 200 ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറച്ച് കൈനത്തിലുണ്ടാക്കുക സൂറത്ത് ആ മാസത്തിൽ ഓതുക. പിന്നെ അവസാനമായി പറയാനുള്ളത്, ഇതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇതൊന്നും കഴിഞ്ഞിട്ട് ഇതൊന്നും നക്കാവില്ല. എല്ലാം വലിയ വലിയ ഗകയുള്ളേ ഒന്നിയ തർക്കുക നക്കാവില്ലേ. അതെങ്ങനെ നല്ലൊരു പൈസ ഇല്ല. അത് പോയിട്ട് പിന്നെ 10 നാൾ 9 നാൾ നോക്കും. അത് നക്കി എന്തോ ആവല്ലേ. നക്കി ഇല്ലെങ്കിൽ റമദാനിലെ മംഗളത്തിന് നോക്കില്ലേ ഇനി 9 നാൾ അതും ആവല്ലേ. ഇനി സൂറത്ത് ഇഖ്ലാസ് സൂറത്ത് അതെങ്കിൽ 200 എങ്ങനെ തീരുവാ അതും ആവില്ല. അത് മുട്ട വൽ ഫജ്രി കണ്ടിട്ടേ ഇല്ല. അത് ഖുർആനിലുണ്ട് ഉസ്താദ്. പണ്ടത്തെ ഒരു ആയത്തോളം തങ്ങ. അപ്പൊ ഏത് സൂറത്തില് ഇന്ന സൂറത്ത് അപ്പൊ നോക്കിയെടുത്തോളാം. 5 ജുസുടെ മുസാഫിറുണ്ടമ്മ, ഇത് 1 ജുസുടെ മുസാഫിറുണ്ടമ്മ, 30 ജുസുടെ മുസാഫിറുണ്ട്. അപ്പൊ തങ്ങൾക്ക് എടുത്തോളാം എത്ര ജുസ്? ടോട്ടൽ 36 ജുസ് ഇതുണ്ടല്ലേ. 5 ജുസൊന്നും 1 ജുസ് ഒന്നും ഇത് 30 ജുസ്. അപ്പൊ ഓട് വിചാരിച്ചിരുന്നത് 36 ജുസും ഉണ്ട്. 36 ജുസിന്റെ 30 ജുസുകളല്ലേ. അപ്പൊ ഇങ്ങനെ ഇതൊന്നൊക്കാവില്ലേ എല്ലാം പൊട്ട് പോയിട്ട് വരുന്നത് വാദ വെച്ചത് ഫുൾ ലോസ് ഒന്ന് നക്കണ്ടോ. അങ്ങനെ ആരും വിചാരിക്കണ്ട. നിങ്ങൾക്ക് എത്ര കയ്യിൽ അത്ര ഒരു 10 വട്ടം 200 വട്ടം ചൊന്നു ആവില്ല. 10 വട്ടം അയ്യോ അത് കഴിഞ്ഞ കൂലി കിട്ടും. ആ 10 ഓതിയെങ്കിൽ അതിന് കൂലി കിട്ടും. അങ്ങനെ കഴിയുന്നത് അതൊന്നും കഴിക്കുന്നെങ്കിൽ ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കണം. ഈ ദുൽഹിജ്ജ 1 തിങ്കളാഴ്ചയായാൽ ദുൽഹിജ്ജ 10 ദിവസം കഴിയുന്നതും ഹറാമുകൾ വിട്ടു നിൽക്കാം. മൊബൈലിൽ ഹറാമ് നോക്കുന്നത് വിടാൻ അത് വേണ്ട. അല്ലെങ്കിൽ വേറെ എന്തെല്ലാം നമ്മുടെ ഹറാമിയത്തിലാണ് നമ്മുടെ ജീവിതം ഉള്ളത്, അതെല്ലാം ഒഴിവാക്കിയിട്ട് നല്ല വാക്കുകൾ പറയാം, നല്ല ചിന്തയുമായി ജീവിക്കാം. അങ്ങനെ എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കാം. അല്ലാഹു നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സന്താനങ്ങൾക്കും അല്ലാഹു നൽകട്ടെ. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതും നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ വരാനിരിക്കുന്ന ദുൽഹിജ്ജ മാസം അല്ലാഹു അതിന്റെ ബഹുമാനം പോലെ ബഹുമാനിച്ച് അതിനെ ആദരിക്കേണ്ട പോലെ ആദരിച്ച് നല്ല നിലക്ക് ഉപയോഗപ്പെടുത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുകൾ, ഭാര്യമക്കൾ, വേണ്ടപ്പെട്ടവർ, ഞങ്ങളെ സഹായിച്ച സ്നേഹിച്ച ഗുണകാംക്ഷികളായ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ ഏതെല്ലാം നാട്ടിൽ എവിടെയെല്ലാം അവർക്കും ഞങ്ങൾക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും സലാമത്തും സന്തോഷവും നൽകണേ റഹ്മാനേ. എല്ലാ ബേജാറ് വിഷമങ്ങളും നമ്മളെല്ലാം നീ മാറ്റിത്തരണേ റഹ്മാനേ. പൂർണ്ണമായി ശുദ്ധന്മാർ പ്രത്യേകിച്ച് മാതാപിതാക്കൾ സുഖമില്ലാതെ വിഷമത്തിൽ പ്രയാസത്തിലാണ്. അല്ലാഹു ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്തോടുകൂടി ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഒരുപാട് കാലം ഞങ്ങളോടൊത്തവരോടൊത്ത് സന്തോഷത്തോടെ റാഹത്തോടെ ജീവിക്കാൻ തൗഫീഖും ആഫിയത്തും ദീർഘായുസ്സും നൽകണേ റഹ്മാനേ. അതുപോലെ രോഗികളായിട്ട് എല്ലാവരുടെ മാതാപിതാക്കൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. ഹോസ്പിറ്റലിൽ കഴിയുന്നവർക്കൊക്കെ നീ പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. പറഞ്ഞതിന്റെ കേട്ടതിന്റെ എല്ലാത്തിന്റെയും സവാബ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേണ്ടപ്പെട്ടവരെന്ന് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മരിച്ചു കിടക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവരുടെ ഖബറുകളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. വെളിച്ചമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ നീ പെട്ടെന്നുള്ള മരണത്തെ തൊട്ടെല്ലാം നീ കാക്കണേ റഹ്മാനേ. അല്ലാഹു ഒരുപാട് ആളുകൾ ഓടി മിന്നലേറ്റുകൊണ്ട് അപകടത്തിൽ മരിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അല്ലാഹുവർക്കൊക്കെ നീ മഗ്ഫിറത്ത്
നൽകണേ അല്ലാഹ്. അത്തരം അപകടങ്ങളെ തൊട്ട് ഞങ്ങളുടെ മക്കളെയും വേണ്ടപ്പെട്ടവരെ നീ സലാമത്താക്കണേ റഹ്മാനെ. അല്ലാഹുവിന്റെ റഹ്മത്താകുന്ന റഹ്മത്തായ ഞങ്ങളുടെ നാട്ടിലേക്ക് നല്ലോണം നീ ചൊരിച്ചു തരണം റഹ്മാനെ. വിധമായ കാറ്റും പിടിയും അപകടങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ലാത്ത രീതിയിൽ നല്ല സ്വയ്യിബൻ നാഫിആയ നിനക്കുള്ള ഗുണകരമായ നിനക്കുള്ള മഴകളെ കൊണ്ട് റഹ്മത്തുകളെ കൊണ്ട് ഞങ്ങളുടെ നാടിനെയും ഞങ്ങളെല്ലാ മുസ്ലിം നാടുകളെയും നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ദോഷപ്രകാരം കൊണ്ട് ഞങ്ങൾക്ക് അത്തരം റഹ്മത്തുകൾ നീ തടഞ്ഞു വെക്കാതെ നീ സംരക്ഷണവും കാവലും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളെ നീ ഈ ലോകത്ത് വിജയിപ്പിക്കണേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ